എൻ്റെ പേര് ഡെയ്സി. ഞാൻ കൊറ്റംകുടി കാവുങ്കലിയാണ്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ. അമ്മയുടെ പേര് ഏലിയാമ്മ. ഞങ്ങൾ അമ്മയുടെ വീട് തെള്ളിയിൽ മണലൂർ. അമ്മയുടെ അനിയത്തിയുടെ കുഞ്ഞു കൊച്ചമ്മയെന്ന് ഞങ്ങൾ വിളിക്കും. കൂത്രപ്പള്ളിയിൽ കുഞ്ഞമ്മ കൊച്ചമ്മ. ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞു കൊച്ചമ്മയെന്ന്. കൊച്ചമ്മയുടെ ഇളയ മകനാണ് സെന്നി. പിന്നെ തെള്ളിയിലെ അമ്മയുടെ ആങ്ങളമാരൊക്കെ ഉണ്ടായിരുന്നു. വലിച്ചാന്, പൊടിച്ചാന്, പിന്നെ ഇണ്ടനാട്ട് ഏതായിരുന്നു, ഉണ്ണിച്ചാന്. അങ്ങനെ പിന്നെ പൊടിച്ചാൻ്റെ മക്കളായിരുന്നു രാജുവും ലളിതയും, അനിത, അബു, അജി, അനില്, ഇവരെല്ലാം. പിന്നെ അതിൽ ആർജിയും ഇല്ല, അനിലും പിന്നെ രാജുവും ഇവിടെ തെള്ളിയിൽ തടിയൂരുണ്ട്. പിന്നെ ലൈസ മാമയുണ്ട്. അങ്ങനെ പിന്നെ അമ്മയുടെ അനിയത്തിമാരായിരുന്നു. അമ്മയുടെ ഒരു ജ്യേഷ്ഠത്തിയാണ് വെണ്ണിക്കുളത്തെ ചാമക്കാലായിൽ. അമ്മയുടെ അനിയത്തിയാണ് ഒന്ന് ചെങ്ങന്നൂര് ചിന്നമ്മ കൊച്ചമ്മ, കൂത്രപ്പള്ളിയിലെ കുഞ്ഞു കൊച്ചമ്മ, പെരുമ്പട്ടിയിലെ തങ്കമ്മ കൊച്ചമ്മ. അങ്ങനെ 3 അനിയത്തിമാർ. പിന്നെ അമ്മയും. ഞങ്ങള് 6 മക്കളാണ്. മൂത്തതാണ് അമ്മണിമാമ. പുല്ലാട്ടാണ് കല്യാണം കഴിച്ച്. അമ്മണിമാമയും ഭർത്താവും എല്ലാം മരിച്ചു പോയി. അമ്മണിമാമയ്ക്ക് ഒരു മകനേ ഉള്ളൂ, റോയി. അവന് 2 മക്കള്. അവൻ്റെ മോനെ ഫിൻലാൻഡിലാണ്. അവനൊരു കുഞ്ഞുണ്ടായി ഫിൻലാൻഡിൽ. അങ്ങനെ റോയിക്കൊരു കൊച്ചുമോനുണ്ടായി. പിന്നെ രണ്ടാമത്തെ ആണ് പിന്നെ അമ്മണിമാമയുടെ ഇളയത് മേരിമാമ വെണ്ണിക്കുളത്ത് കടയ്ക്കാമണ്ണിൽ. മേരിമാമയ്ക്ക് 3 മക്കള്. മോള് ബെറ്റി ജബൽപൂരിലെ. പിന്നെ മറ്റേത് മൂത്തവൻ ബിജു ആറന്മുള വെണ്ണിക്കുളത്ത് തന്നെ. ഇളയവൻ ബെന്നി സൗദിയിൽ. ബെന്നിയുടെ വൈഫും പിള്ളേരും എല്ലാം മേരിമാമയുടെ കൂടെ ഉണ്ട്. മാത്തുക്കുട്ടിച്ചാനും ഉണ്ട്, അവരവിടെ. പിന്നെ കുഞ്ചായൻ കൊറ്റംകുടി വീട്ടിൽ. കുഞ്ചായന് 3 പെൺപിള്ളേർ. കുഞ്ചായൻ സൗദിയിലായിരുന്നു. 3 പെൺപിള്ളേർ. മൂത്തവള് ഇവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കുവൈറ്റിൽ. മൂന്നാമത്തവള് തിരുവനന്തപുരത്ത്. പിന്നെ തങ്കച്ചാൻ മരിച്ചുപോയി. തങ്കച്ചാനും കുഞ്ഞളമാമയും മരിച്ചുപോയി. പിന്നെ തങ്കച്ചാൻ 2 മക്കള്. മൂത്തവള് മിനി തിരുവനന്തപുരത്ത് സെറ്റിൽഡ്, മോൻസിയും തിരുവനന്തപുരത്ത്. അങ്ങനെ അവർ 2 മക്കള്. പിന്നെ വത്സമ്മ, അവള് മരിച്ചുപോയി. പിന്നെ അതിൻ്റെ ഇളയതാണ് ഞാനിവിടെ വന്നിട്ട് 30-35 വർഷം കഴിഞ്ഞു എറണാകുളത്ത് സെറ്റിൽഡായിട്ട്. എന്നെ കല്യാണം കഴിച്ചേക്കുന്ന കീഴ്വായ്പൂര് കോയിക്ക ബാങ്ക്. എൻ്റെ ഹസ്ബൻഡ് വെച്ചാൽ മരിച്ചിട്ടിപ്പോൾ 7 വർഷം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് 2 മക്കള്. ഡിൻസി, അവർ അമേരിക്കയിലായിരുന്നു. അവിടുന്ന് അവരിപ്പം ട്രിവാൻഡ്രത്ത് സെറ്റിൽഡാണ്. അങ്ങനെയാണ് സെന്നിയെ കുഞ്ഞു അച്ഛമ്മയും മക്കളെ എല്ലാം പരിചയപ്പെട്ടു. സണ്ണിച്ചാനെ ഇവരെന്നും നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ്. പിന്നെ മോൻ ഡിന്നി, അവൻ ട്രിവാൻഡ്രത്തായിരുന്നു. പിന്നെ വർക്ക് ഫ്രം ഹോം വന്നപ്പോൾ ഇങ്ങോട്ടിങ്ങ് ഇവിടായി. എറണാകുളത്ത് എൻ്റെ ഹസ്ബൻഡ് റോയിച്ചാൻ ഇവിടെ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വീടെടുത്ത് ഇങ്ങനെ എറണാകുളത്തായത്. അങ്ങനെ പിന്നെ സ്ഥലം വാങ്ങിച്ചങ്ങ് വീട് വെച്ചു. ഇതിനെ കലൂര് ആസാദ് റോഡ്, ബാലൻ മേനല്ലേ, കലൂര് ആസാദ് റോഡ്. അങ്ങനെ 30-35 വർഷം. അത് തന്നെ മാറിപ്പോയി. ഇപ്പൊ ഒരുപാട് മാറിപ്പോയി. അങ്ങനെ ഞാൻ പഠിച്ചത് മല്ലപ്പള്ളി CMS സ്കൂളില്. പിന്നെ പ്രീ ഡിഗ്രി പഠിച്ചത് തിരുത്തിക്കാട് BAM കോളേജ്. പിന്നെ BCom ഞാൻ പ്രൈവറ്റായിട്ടാ പഠിച്ചത്. ജോലിയില്ല, നമ്മുടെ ജോലിയില്ല. വെള്ളിയിലെ അമ്മച്ചി അവധി അങ്ങനെ എനിക്കറിയാം. ഞാൻ അത് അത്രയായിട്ടുള്ള അവധി കിട്ടിയ ഉടനെ കൂത്രപ്പള്ളിക്ക് പെരുമ്പട്ടിയിലെ ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ പോകാം. അപ്പോൾ പെരുമ്പട്ടിക്കാണ് ഒറ്റ ബസ് കയറിയാൽ മതി. കൂത്രപ്പള്ളിയിലാകുമ്പോൾ അമ്മ വരും കൂടെ. അമ്മയ്ക്ക് കൂടെ 2 ദിവസം നിൽക്കാൻ പറ്റും. അങ്ങനെ വന്നു കൂത്രപ്പള്ളി. നിങ്ങളെ ഷേർലി, സെന്നി നമ്മളെല്ലാം കൂടെ ഒരു ഗ്യാങ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും നമ്മളെല്ലാം കൂടെ പായിട്ട് നിലത്ത് കിടന്നിട്ട് കമന്ന് കിടന്നിട്ട് ഈ പഠിക്കുന്നത്. കൊച്ചപ്പനൊക്കെ നല്ല ഒരു നല്ല, ഞാനിപ്പോഴും അത് ഓർക്കും കൂത്രപ്പള്ളിയിലെ കൊച്ചപ്പനെയൊക്കെ. അങ്ങനെ അവധി കിട്ടിയാണ് പോയി നിൽക്കുന്ന 3 വീടായിരുന്നു. തെള്ളിയിലും പോയി നിൽക്കും. അവധി കിട്ടിയാൽ പിറ്റേ ദിവസം തെള്ളിക്ക് പോകും. തെള്ളിക്ക് അത് നടന്നാ പോകുന്നത് തെള്ളിക്ക്. എന്നാലും പൊടിച്ചാൻ അവിടെ കിടക്കത്തുള്ളൂ രാത്രി. അവിടെ അനിതയും അബുവും അജിയും എല്ലാവരും ഉണ്ട്. അനിലും എല്ലാം ഉള്ള
അതുകൊണ്ട് 2 മാസം ആ തെള്ളിയിലായിരുന്നു. അങ്ങനെ അമ്മച്ചി ഉള്ളപ്പോൾ തെളിയിലെ അമ്മച്ചി ഉള്ളപ്പോൾ നല്ലൊരു ഇതായിരുന്നു. പിന്നെ പൊടിച്ചാൻ്റെ അമ്മായിയും ഒക്കെ നല്ല എപ്പോഴും അറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കും. തെള്ളി പൊടിച്ചാൻ്റെ അമ്മായി രാജിച്ചാൻ്റെ അമ്മ പുള്ളിക്കകത്ത് രാത്രിയിലാണ് പലഹാരം ഉണ്ടാക്കുന്നത്. ഉറങ്ങാതിരുന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് മുഴുവൻ പലഹാരങ്ങൾ. അങ്ങനെ നല്ലൊരു ചെറുപ്പകാലം നല്ലൊരു ഇതായിരുന്നു. ഞാൻ അവർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ കാലങ്ങളൊന്നും ഇനി കിട്ടത്തേ ഇല്ല ഇല്ല ഇല്ല. അത്രയേ ഉള്ളു. ഞാൻ ഇപ്പോഴീയിടെ പള്ളിയിൽ നിന്ന് വിയറ്റ്നാമിന് പോയി. പിന്നെ ആന്ധ്രാപ്രദേശിലെ മിഷൻ ടൂർ പോയി. ഹൈദരാബാദിൽ പോയി. ഈ ലേറ്റസ്റ്റ് ആണ്. റിച്ച ഉള്ളപ്പോ ഞാൻ മോള് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പൊ ചെന്നൈക്ക് പോയി. അങ്ങനെ വിയറ്റ്നാമിൽ ഇപ്പൊ ഒത്തിരി നല്ല പഴയതിലൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഇമ്പ്രൂവ്മെന്റ് നല്ല ഇതായി. നല്ല പഴയ നമ്മളെ ആ സ്വപ്നം പഴയ ചിന്താഗതിയെ മാറി ആ വാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ എല്ലാം നല്ല ഡെവലപ്പ്. ഇല്ല അവർ ഇംഗ്ലീഷ് പറയുന്ന കുഴപ്പമില്ല. മോള് MSc BEd അവളിവിടെ എറണാകുളത്ത് തേവര കോളേജിൽ ടോക്കച്ചിലാണ് അത് ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് അവൾക്ക് തേവര കോളേജിൽ കിട്ടി. അത് കഴിഞ്ഞ് അവൾക്ക് കല്യാണം വന്നു. അത് കഴിഞ്ഞ് അവൾ അങ്ങ് അമേരിക്കയ്ക്ക് പോയി. അത് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്നവര് അവള് ഇവിടെ ആയിരുന്നു, ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് പിന്നെ അവള് എറണാകുളത്ത് വന്നു. എറണാകുളത്തു നിന്ന് പിന്നെ അവിടെ രാജഗിരി പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അവരുടെ വീട് അവിടെ ട്രിവാൻഡ്രത്താണ്. അവരങ്ങ് ട്രിവാൻഡ്രത്ത് പോയി. മോള് സ്വന്തം സ്കൂളിലെ ടീച്ചറാണ്. സണ്ണില് അവിടെ IT ആണ്, ടെക്നോ പാർക്കിൽ TCSലാണ്. മോനെ BTech കഴിഞ്ഞു. ഇപ്പം ജെമിനി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോന് ഇവിടെ അവർ കങ്ങഴക്കാരാണ്. ഇവിടെ എടപ്പള്ളിയിലാണ് താമസം. മോളും UST വർക്ക് ചെയ്യുന്നു. BTech ആണ്. സണ്ണി ഡോക്ടറില്ല. മോക്കൊരു കുഞ്ഞ്, അവള് ഇനി 8th അങ്ങനെ. നിന്നെ കണ്ട സന്തോഷം. എത്ര കാലമായി നിന്നെ കണ്ടത്. നീ ഏതായാലും വന്നു, അതെനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ അന്ന് ഓർക്കും നീ ഒന്ന് വടുതല വീട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഈ പറയുന്നല്ല അത് കിട്ടും കേട്ടോ. കൊറേയൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. അങ്ങനെ ഏതായാലും വരാൻ പറ്റിയല്ലോ. വന്ന് നിന്നെ കണ്ടു, അതാ സന്തോഷം. ഞാൻ കൂത്രപ്പള്ളി ഇളയതുകളിലെ ഒന്നാണ്. എന്റെ ഇളയത് ഷേർലി. അമ്മാമ്മ ഇതുപോലെ ഇളയതാണ്. ഇളയതുങ്ങളുടെ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. എനിക്ക് നമ്മൾ രണ്ടും ഒരേ പ്രായമാണ്. നീ ഏതാ ഇയർ? ഞാൻ 60. ഞാൻ 60. അപ്പൊ ആ ഒരു അങ്ങനെ. ഓക്കെ അമ്മാമ്മ, സന്തോഷം നീ വന്നു. കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോവാം. ഇല്ല, ഞാൻ പൈനാപ്പിൾ എത്തി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം പൈനാപ്പിൾ കഴിക്കാം. ഏതായാലും ആദ്യമായിട്ട് വന്നതല്ലേ.